അച്ഛൻ നമ്മളോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് ആംഗ്ലോ ഇന്ത്യൻ ലേഡിയിൽ ഉണ്ടായിരുന്ന മകളാണെന്നാണല്ലേ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അതൊന്നുമല്ല സത്യം, അലീന ചേച്ചി തന്നെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ അന്ന് ഇങ്ങനെ കോളേജിലേക്ക് എന്നെയും കൂട്ടി മാനേജർ അച്ഛനെ കാണാൻ പോയ സമയത്ത് അച്ഛനും അലീന ചേച്ചിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അലീന ചേച്ചിയുടെ റിയൽ ഫാദർ ബാലചന്ദ്ര മേനോൻ അല്ലേ എന്ന്. അപ്പം അച്ഛനോടും അലീന ചേച്ചി അല്ല എന്ന് തന്നെയാണ് റിയൽ ഫാദർ. പിന്നീട് അച്ഛനും കൊള്ളാം, അതുപോലെ തന്നെ ചേച്ചിയും കൊള്ളാമെന്ന് ബബിത പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ആരും അല്ല അല്ലേ അലീന ചേച്ചി, അപ്പം നിങ്ങൾക്കൊക്കെ ഇത് നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾക്ക് അറിയാമായിരുന്നോ എന്ന് കൃഷ്ണമോളും അറിയും കേട്ടോ. അപ്പോൾ രോഹിത്തിനോടും പറഞ്ഞല്ലോ അലീന. അപ്പോൾ എന്നിട്ട് നിങ്ങളാരും എന്താ എന്നോടത് പറയാതിരുന്നത് എന്ന് ബബിത ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രമേ ഇതറിയാതിരുന്നുള്ളൂ എന്നിങ്ങനെ രോഹിത്ത് പറയാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറയും. പിന്നെ അച്ഛൻ എന്തിനാ നമ്മളോട് ഈ കള്ളം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് നീ അച്ഛനോട് തന്നെ ചോദിക്കണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ബബിതയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. അലീന സ്വന്തം സഹോദരിയാണെന്നാണല്ലോ ഇതുവരെ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അല്ലാന്ന് അറിഞ്ഞതിലുള്ള ആ ഒരു സങ്കടമൊക്കെ ബബിത കാണിക്കുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ബബിത അവിടെ നിന്ന് പോകുമ്പോൾ അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടുന്നാ തോന്നിയെന്ന് രോഹിത്ത് പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നീട് അലീന പറഞ്ഞല്ലോ ബാലചന്ദ്ര മേനോൻ്റെ മകളല്ല എന്ന് അലീന രോഹിത്തിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി രോഹിയേട്ടനോട് വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അച്ഛൻ്റെ മകളല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കൂടെ പറയണമായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. കൃഷ്ണമോളോട് രോഹിത്ത് അല്ല വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ നിനക്കിത് നേരത്തെ അറിയാമായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അലീന ചേച്ചി എന്ന അച്ഛനോട് പറഞ്ഞത് അലീന ചേച്ചിയുടെ അച്ഛനെയും അമ്മേനെയും ചേച്ചിക്ക് അറിയാമെന്നും അതുപോലെ തന്നെ ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും അലീന ചേച്ചീനെ അറിയില്ല എന്നൊക്കെയാണ് എന്ന് പറയും. അപ്പോൾ നിനക്കറിയോ അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാന്നുള്ളതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ, അറിയാം എന്ന് പറയുന്നുണ്ട്, എന്ന് എന്നോടും കൂടെ പറയുമെന്ന് പറയേ. അപ്പോൾ ഞാൻ പറയത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് നീ വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് ഞാൻ വാക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയും. പിന്നെ നിന്നോട് ആരാ അത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് അച്ഛനാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ ആ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ ഞാനും, നിനക്ക് എന്താ എന്നോടത് തുറന്നു പറഞ്ഞാലെന്ന് പറയുമ്പോൾ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഏട്ടനോടത് പറഞ്ഞാൽ രോഹിയേട്ടനോട് പറഞ്ഞാൽ ഞാൻ ചീറ്റ് ചെയ്യുന്ന പോലെയല്ലേ, അതുകൊണ്ട് ഞാനത് പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളോട് പഠിക്കാനായിട്ട് പോയിരിക്കും കേട്ടോ. പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും ഗോവർദ്ധനെ ഫോണിൽ വിളിച്ചിട്ട് ഒരു യാത്ര പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, വേറെ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ബബിത വന്നിട്ട് ചോദിക്കും ബാലേന്ദ്രനോട് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തിനാ അച്ഛൻ്റെ മാനസപുത്രി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ പറഞ്ഞ് എന്തും പറയാമെന്നായോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ മാനസപുത്രി എന്ന് അത്ര ചീത്ത വാക്കാണോ, അപ്പോൾ അച്ഛൻ അങ്ങനെ തന്നെയല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നീ അവളോട് തന്നെ ചോദിക്കായിരുന്നില്ലേ എന്ന് പറയും. അപ്പോൾ അച്ഛൻ അറിയാം ആരാന്നൊക്കെ. അപ്പോൾ ചേച്ചി എന്തിനാ കരഞ്ഞുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇവിടുന്ന് പോകണം എന്ന് ഒരേ ഒരു വാശി, അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു എന്ന് അറിയും കേട്ടോ. ബബിത ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ സ്വന്തം മകളല്ലേ, അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടേ, അച്ഛൻ ഞങ്ങളെയൊക്കെ അങ്ങനെയല്ലേ അനുസരിപ്പിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവളെ 23 വർഷം ഞാനല്ല വളർത്തിയത്, അവൾ ഓർഫനേജിലാണ് വളർന്നത്, നിങ്ങളെ ചെറുപ്പം മുതലേ ഞാനല്ലേ വളർത്തുന്നത്, അതുകൊണ്ടാണ് അലീന പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളതിലാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോൾ എന്താ നീ ചോദിച്ചോ എന്ന് പറയും. അലീന ചേച്ചി അച്ഛൻ്റെ സ്വന്തം മകൾ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ബാലേന്ദ്രനെ അങ്ങ് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും എന്താ നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല രോഹിയേട്ടൻ വന്ന് പറഞ്ഞു എന്നോടും കൃഷ്ണനോടും അലീന ചേച്ചി ഇങ്ങനെ അച്ഛൻ്റെ മകളല്ല എന്നുള്ള കാര്യം അലീന ചേച്ചി എന്നെ ഇങ്ങനെ രോഹിയേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലായിരിക്കും, അതുതന്നെയായിരിക്കും സത്യം എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും ആകെ വിഷമമായി കേട്ടോ, എല്ലാവരും ഇതറിഞ്ഞല്ലോ. അതുപോലെ തന്നെ അച്ഛൻ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത് എന്നുള്ള ചോദ്യമാണ് കേട്ടോ ബബിത അടുത്തത് ചോദിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീയും നിൻ്റെ അമ്മയും അതുപോലെ തന്നെ രോഹിയൊക്കെ എന്നെയും അവളെയും സംശയിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന്, അതുപോലെ തന്നെ അവൾ എൻ്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് നീ ഇങ്ങനെ നിൻ്റെ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് എത്ര പ്രാവശ്യം അവളുടെ പിറകെ വന്നിട്ടുണ്ട് ഈ റൂമിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊക്കെ സത്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബബിത പറയും അത് അമ്മയ്ക്കൊരു അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ അമ്മയ്ക്ക് മാത്രമല്ല നിനക്കും രോഹിക്കൊക്കെ ആ ഒരു സംശയം ഉണ്ടായിരുന്നു, അപ്പോൾ അവളെ ഇത് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവളും ഞാനും തമ്മിൽ അച്ഛനും മകളും തമ്മിലുള്ളൊരു ബന്ധമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും അവളെ സംശയിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു കള്ളം പറയുമ്പോൾ ഞാൻ അതിനുള്ള കാരണം ബോധ്യപ്പെടുത്തണമല്ലോ, എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ ഇങ്ങനെ ഈ കുടുംബം ഇതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത് എന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ.
എന്തായാലും ബബിതയ്ക്ക് അതൊന്നും അത്ര വലിയ സന്തോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ബബിത പറയുന്നുണ്ടായിരുന്നു എന്നാലും ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബബിതയ്ക്കും ആകെ വിഷമമായിട്ടോ അലീന സ്വന്തം സഹോദരിയല്ല എന്ന് പറയുമ്പോൾ അത് പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മകളല്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബബിതേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ശരിയാവും, ഓക്കെ ആവും, നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, അലീന എപ്പോഴും നിങ്ങളെ കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബബിതേനോട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം എന്നാൽ നീ പോയിക്കോ എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ബബിതയാണെങ്കിലും സങ്കടത്തോടുകൂടി ഇങ്ങനെ തലയാട്ടുകയാണ് കേട്ടോ. എന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് അലീനയുടെ അടുത്തേക്കാണ് കേട്ടോ നേരെ ചെല്ലുന്നത്. ബബിതയാണെങ്കിലും ആ സമയത്ത് അലീന പോകാനുള്ള ഡ്രസ്സെല്ലാം അടുക്കി ബാഗിൽ വെക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ബബിത ചെന്ന് ഡോറിന് തട്ടുമ്പോൾ ബബിതയല്ലേ ഇങ്ങ് കയറി വാ എന്നിങ്ങനെ അലീന പറയുമ്പോഴാണ് ബബിത അകത്തേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് പിന്നെ അകത്തേക്ക് കയറിയിട്ട് ഡോറങ്ങ് അടക്കി. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞങ്ങളോട് ഈ കള്ളം പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനെന്താ ഒരു കള്ളം പറഞ്ഞില്ലല്ലോ എന്നാണ് കേട്ടോ അലീന ബബിതേനോട് പറയുന്നത്. അപ്പം അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനാണോ ഇങ്ങനെ നിങ്ങളോട് ഞാൻ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞത്, അത് അച്ഛനല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന ചേച്ചിക്ക് അച്ഛനത് പറഞ്ഞ സമയത്ത് നിഷേധിക്കായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ അലീന ചേച്ചി നിഷേധിക്കാതിരുന്നത്, അതിന് കൂട്ടുനിന്ന് അലീന ചേച്ചി ഞങ്ങളെ ഇങ്ങനെ പറ്റിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും അച്ഛനെ ഇങ്ങനെ അച്ഛാന്ന് വിളിക്കുന്ന സമയത്ത് ഭയങ്കര കൊതിയായിരുന്നു. ഞാൻ സാറേ എന്നായിരുന്നു ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ നല്ല മനസ്സുകൊണ്ട് അത് വിളിക്കാൻ സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. പിന്നീട് അച്ഛനാണ് അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്തിനാണ് അത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാലോ, അച്ഛനും ഞാനും തമ്മിൽ എന്തൊക്കെയോ തെറ്റായ ബന്ധമുണ്ട് എന്നല്ലേ നിങ്ങളെല്ലാം വിചാരിച്ച് വെച്ചിരുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനത് പറഞ്ഞ സമയത്ത് അലീന ചേച്ചിക്ക് എതിർക്കായിരുന്നല്ലോ, അങ്ങനെയല്ല എന്ന് പറയായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛനെ അച്ഛാന്ന് വിളിച്ച ആ നിമിഷമാണ് ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീന തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ബബിതേനോട്, അപ്പോൾ ഇതിങ്ങനെ ഒരു അഭിമാനമായിട്ടാണ് അച്ഛൻ്റെ സൽപ്പേരും ആത്മാഭിമാനവും എല്ലാം ഇതാക്കിയിട്ടാണ് അങ്ങനെ ഒരു കഥ പറഞ്ഞത്. മറ്റൊരു സ്ത്രീയിൽ വിവാഹത്തിന് മുന്നേ ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ ആ കുട്ടീനെ തന്നെ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ കൊണ്ടുവന്ന് താമസിക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. അച്ഛന് ഇങ്ങനെ അതെല്ലാം അച്ഛൻ്റെ അഭിമാനം എല്ലാം കളഞ്ഞിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് മോള് അച്ഛനെ ഒരിക്കലും സംശയിക്കരുത് കേട്ടോ, അച്ഛൻ ഇങ്ങനെ നല്ല ഉദ്ദേശത്തിലാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ബബിതേനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അച്ഛന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ, ഒന്നിനും വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴും ബബിതയ്ക്ക് ഭയങ്കര സങ്കടമാണ്, അലീന സ്വന്തം ചേച്ചിയല്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണെന്നാണ്, ഞങ്ങളുടെ കൂടപ്പിറപ്പായതുകൊണ്ടാണ് ഇത്രയും സ്നേഹം ഞങ്ങൾക്ക് തരുന്നതെന്നൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ നീ ഇപ്പോഴും എൻ്റെ അനിയത്തി തന്നെയാണ്, അതുപോലെ തന്നെ അതിങ്ങനെ രക്തബന്ധം ഉണ്ടായിട്ടല്ല, ഇപ്പോൾ ഇങ്ങനെ രേവതിക്കുട്ടി എൻ്റെ അനിയത്തിയാണല്ലോ, അതുപോലെ തന്നെ ശരണ്യനെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ടാണ് കാണുന്നത്, അതൊക്കെ അതാണ് രക്തബന്ധത്തിനേക്കാളും വലിയ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. ബബിതയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. ബബിത പറയുന്നുണ്ടായിരുന്നു എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബബിത ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത്. കുറച്ച് സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ അത് അലീനയോട് പറയുന്നത്. എന്നിട്ട് പിന്നെ ബബിതയാണെങ്കിലും അവിടെ അങ്ങനെ സ്റ്റെയർ കേസിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എല്ലാം എടുത്ത് കുടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചെന്ന് ബബിതേനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴും ബബിത ഇതന്നെയാണ് പറയുന്നത്, എന്നാലും അലീന ചേച്ചി നമ്മുടെ ആരും അല്ലല്ലോ, അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ട് രോഹിയേട്ടന് ഒരു സങ്കടവും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്, അപ്പോൾ നമ്മുടെ സ്വന്തം ആരും അല്ലാതിരുന്നിട്ടും ചേച്ചി നമ്മളെ എത്രയും സ്നേഹിച്ചല്ലേ, അത് നോക്കിയാൽ പോരെ എന്നൊക്കെയാണ് പറയുന്നത്, നീ അത് വിട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ ബബിതയ്ക്ക് അതങ്ങ് വിട്ടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണമോളോടും പറയുന്നുണ്ട് അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയല്ലല്ലോ, ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്താ ചേച്ചീനെ കുറിച്ച് പറയുക, നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇവിടുത്തെ സെർവൻ്റ് ആണെന്ന് പറയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞു സ്വന്തം ചേച്ചിയാണെന്ന്, ആര് ചോദിച്ചാലും നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന് അങ്ങ് പറഞ്ഞേക്കണം, അപ്പോൾ അത് പതിയെ അങ്ങനെ പറഞ്ഞ് അതങ്ങ് സെറ്റാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നീ ഒന്ന് പോയിക്കെ അങ്ങനെ ഇതായിരിക്കുമ്പോഴാണ് അവളുടെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് ബബിതയാണെങ്കിലും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട് നീ അതങ്ങ് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബബിതയ്ക്ക് അപ്പോഴും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ബബിതേനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് അലീനയും ബാലേന്ദ്രനും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മക്കളെല്ലാവരും ബാലേന്ദ്രൻ്റെ മകളല്ല അലീന എന്നുള്ള സത്യം അറിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അങ്ങനെ പോവാതെ മാഡം തിരിച്ചു വരില്ല, ആദ്യൊരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചു, ഇനിയിപ്പോൾ അത് കോടതിയിലേക്കായിരിക്കും കേസ് പോവുക, അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് അലീന അവിടുന്ന് പോകുന്നല്ലേ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്